കണ്ണൻ നായർ കൊല്ലത്ത് നിന്ന്. കണ്ണൻ, ചവറ, കൊല്ലം, പത്തനാപുരം 3 മണ്ഡലങ്ങളിൽ ഈ അവസാനത്തെ 2 ദിവസം ആർക്കാണ് മുൻതൂക്കം? അവസാന ലാപ്പിൽ ആര് മുന്നിലെത്തി? ഈ 3 മണ്ഡലങ്ങളിലും ആർക്കാണ് മുൻതൂക്കം എന്ന് പറയുക അസാധ്യമാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് ചവറയാണ്. ചവറ ഷിബു ബേബി ജോൺ എന്ന രാഷ്ട്രീയ നേതാവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി പോലും വിലയിരുത്തപ്പെടുന്ന പോകുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വാശിയോടുകൂടിയുള്ള ഒരു പോരാട്ടം തന്നെയാണ്. നമ്മളുടെ സർവേകളിലടക്കം ഷിബു ബേബി ജോണിൻ്റെ മേൽക്കൈ ഉണ്ടെങ്കിൽ പോലും ആ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത പരിഗണിക്കുകയാണെങ്കിൽ അവിടുത്തെ മതസാമുദായിക വോട്ടുകൾ എങ്ങോട്ട് ധ്രുവീകരിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ തവണ അവസാന റൗണ്ട് വരെ മുന്നിൽ നിന്ന് അവസാനം പന്മന പഞ്ചായത്ത് എണ്ണിയപ്പോഴാണ് ഷിബു ബേബി ജോൺ പുറകിൽ പോവുകയും അതിനുശേഷം പരാജയത്തിലേക്ക് പോവുകയും ചെയ്തത്. അതായത് അവിടെ നായർ കമ്മ്യൂണിറ്റിയുടെ വോട്ട് കൂടുതൽ ഉള്ള ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള ന്യൂനപക്ഷ വോട്ടുകളും നായർ വിഭാഗത്തിലെ വോട്ടുകളും എവിടേക്ക് ക്രോഡീകരിക്കുന്നു അങ്ങനെ പരിശോധിക്കുമ്പോൾ മാത്രമായിരിക്കും ചവറയിലെ ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കുക. കഴിഞ്ഞ 10 വർഷമായി പരാജയപ്പെടുകയാണ്. 2 തെരഞ്ഞെടുപ്പിലും പരാജയപ്പെടുകയാണ്. ഇത്തവണയെങ്കിലും വിജയിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യവുമായിട്ടാണ് ഷിബു ബേബി ജോൺ ജനങ്ങളെ വോട്ടർമാരെ മുന്നിലെത്തുന്നത്. അത് ഒരു സഹതാപ തർക്കമുണ്ടായി കഴിഞ്ഞാൽ ഷിബുവിന് അത് ഗുണമാണ്. പക്ഷേ സുജിത് വിജയൻപിള്ള വളരെ സൗമ്യമായിട്ടുള്ള മുഖമാണ്. മറ്റ് ആരോപണങ്ങളോ വിവാദങ്ങളോ ഒന്നും തന്നെയില്ല. മണ്ഡലത്തിൽ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായും ഉൾക്കൊണ്ട് ആ വിഷയങ്ങളെല്ലാം ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു MLA എന്ന പേര് സുജിത് വിജയൻപിള്ളയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രണ്ടും തുല്യ ശക്തികൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. മാത്രമല്ല സുജിത് വിജയൻപിള്ളയ്ക്ക് ഒരു പ്രശ്നം വരികയാണെങ്കിൽ അത് ഭരണവിരുദ്ധ സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പേരിലായിരിക്കാനാണ് സാധ്യത. അങ്ങനെ വരികയാണെങ്കിൽ ഒരു പരാജയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തിരിച്ചടിയിലേക്ക് സുജിത് വിജയൻപിള്ള പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, മറ്റു മണ്ഡലങ്ങൾ കൂടി പെട്ടെന്നൊന്ന് നോക്കിയാൽ കണ്ണൻ. മറ്റു മണ്ഡലങ്ങൾ കൊല്ലം മണ്ഡലത്തിലേക്ക് പറയുകയാണെങ്കിൽ കൊല്ലം മണ്ഡലത്തിൽ ബിന്ദു കൃഷ്ണയ്ക്ക് ഒരു സഹതാപ തരംഗമുണ്ട്. അത് ഒരു മേൽക്കൈയാണെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. പക്ഷേ CPM-ന്റെ സംഘടനാ സംവിധാനം നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ തുടർച്ചയിൽ 20 വർഷമായി CPM ജയിക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ S ജയമോഹനെ സംഘടനാ സംവിധാനത്തിലൂടെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ CPM ശ്രമിക്കുന്നത്. പത്തനാപുരത്തേക്ക് പോയി കഴിഞ്ഞാൽ പത്തനാപുരത്ത് 5 വർഷമായി ജ്യോതികുമാർ ചാമക്കാല മണ്ഡലത്തിലുണ്ട്. ഒപ്പം തന്നെ ഗണേഷുമുണ്ട്. പക്ഷേ അവിടെ NSS-ഉമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഗണേശിന് തിരിച്ചടിയാകുമോ എന്നുള്ളൊരു സംശയമുണ്ട്.